ഞാൻ പറഞ്ഞു വരുന്ന വിഷയം വലിയൊരു രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. قال رسول الله صلى الله عليه وسلم إذا كانت ليلة النصف من شعبان നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശഅബാനിന്റെ 15ാമത്തെ രാത്രിയിലായാൽ ഫഖൂമു ലൈലഹ, നിങ്ങൾ രാത്രിയിൽ എഴുന്നേൽക്കൂ. എഴുന്നേറ്റുണ്ടോ? എഴുന്നേറ്റിട്ട് അവിടെ വെച്ച് നമുക്ക് ദിക്ർ ചെല്ലാം, അതുപോലെ തന്നെ തസ്ബീഹ് ചെല്ലാം, സ്വലാത്ത് ചെല്ലാം. പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിലൂടെ അറിയിക്കും. അങ്ങനെ ഓരോന്നും ചെല്ലുക. ബറാഅത്തിന്റെ രാത്രിയിൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ബറാഅത്തിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോക്കുകയും ചെയ്യൂ. എന്താ പകൽ നോമ്പ് കിട്ടുന്ന കാര്യം? ഇപ്പൊ വഹാബികള് ഉള്ള വഹാബികളാകെ പൊട്ടിത്തെറിച്ചത് കൊണ്ട് ഓർക്കൊരു ആവശ്യക്കാണ്. മുമ്പൊക്കെ ഒരു 3-4 കൊല്ലം മുമ്പ് ഒരു വഹാബികളൊക്കെ പറഞ്ഞിരുന്നു ബറാഅത്ത് നോമ്പ് പ്രത്യേകം സുന്നത്തില്ല എന്നുള്ളത്. അതെന്താ സുന്നത്തില്ല എന്ന് പറയാൻ കാരണം? ഒരെല്ലാം നോക്കി പിടിച്ചതാണോ? ഒരു ഹദീസിൽ കുറച്ച് സുന്നത്തായ നോമ്പുകൾ പറയുന്നുണ്ട്, അതില് ബറാഅത്തിന്റെ നോമ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് സുന്നത്തില്ല എന്നുണ്ടാവോ? ആ ഹദീസിൽ അതേ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൂ. അത് അവര് മനസ്സിലാക്കി സുന്നത്തില്ല എന്നുള്ളത്. അവർക്കുണ്ടോ ഈ കാര്യം തിരിയുന്നത്? ഏറെ ഇമാമികളുടെ കിതാബിൽ നിന്നാണ് അവർ പറയുന്നത്, അല്ല നേരെ ഖുർആനിൽ നിന്നാണ് അവർ പറയുന്നത്. ഖുർആനിൽ നിന്ന് അവർക്ക് പറയാൻ കഴിയുന്നു? ഖുർആനിൽ നിന്നുണ്ടോ എനിക്ക് പറയാൻ കഴിയുന്നു? അങ്ങനെ ഞാൻ നേരിട്ട് ഖുർആൻ പഠിച്ച് ഖുർആനിൽ നിന്ന്, ഞാൻ വലിയ ആളാണ്, ഇനിയിപ്പൊക്കെ എന്ത് വേണ്ട, മഹാന്മാരെ ഇമാമികളുടെ കിതാബുകളൊന്നും വേണ്ട, ഞാൻ നേരെ ഖുർആൻ പഠിച്ച് ഹദീസ് പഠിച്ച് ഖുർആനും ഹദീസിൽ നിന്ന് മാത്രം അമൽ ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ഇന്ന് നിസ്കരിച്ച് 4 റക്അത്ത്, അതിന് മുമ്പ് 2-2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ശേഷം അതുപോലെ തന്നെ റവാത്തിബ് 2-2 നിസ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിസ്കാരങ്ങളുടെ റക്അത്ത് ഖുർആനിൽ 6666 ആയത്തുകളിൽ 114 സൂറത്തുകളിൽ 30 ജുസുകളിൽ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. റക്അത്തുകളുടെ എണ്ണം എന്ത് ചെയ്യും? ഖുർആനിൽ നിന്നാണ് അമൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് ഖുർആൻ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, ഖുർആൻ അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഓരോ റക്അത്തുകളുടെ എണ്ണം. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്ക് ഖുർആൻ അറിവില്ലാതെ എന്തിനേറെ പറയണം? ഫാത്തിഹ കഴിഞ്ഞ് 2ാമത്തെ സൂറത്ത് അൽ-ബഖറയാണ്. ആ അൽ-ബഖറയിൽ ഞാൻ നിങ്ങൾ എങ്ങനെ ഓതാ? ആദ്യത്തെ ആയത്ത് അലിഫ് ലാം മീം ലേ, അത് എങ്ങനെ ഓതുന്നത്? ഇവിടെ ഹർക്കത്ത് കിട്ടണം. അത് 3 വായിച്ചൂടെ? 20 വായിച്ചൂടെ? 9 വായിച്ചൂടെ? അങ്ങനെയല്ല വായിക്കേണ്ടത്. നമ്മുടെ മുൻകാലങ്ങളിൽ നിന്ന് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പഠിച്ചത് അതാണ് നമ്മൾ ഓതേണ്ടത്. അപ്പൊ ഖുർആൻ നേരിട്ട് എടുക്കാൻ ആർക്കും കഴിയില്ല. ഖുർആനിൽ ഒരു വാക്ക് യദുല്ലാഹി അലൽ ജമാഅ, യദുല്ലാഹി ഫൗക അയ്ദിഹിം, ഖുർആനിലെ വാക്കാണ്. സൂറത്തുൽ ഫത്ഹിൽ യദുല്ലാഹി ഫൗക അയ്ദിഹിം, അല്ലാഹുവിന്റെ കൈ നിങ്ങളുടെ കൈകൾക്ക് മുകളിലാണ് എന്നാണ് ഇതിന് പച്ചമലയാളം. ഇതിന് വഹാബി അർത്ഥം വെക്കുമോ? അല്ലാഹു കൈ ഉണ്ടെന്നല്ലേ അർത്ഥം വെക്കുക? മുസ്ലിമിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ ഖുർആൻ അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം. ഷാഫിഈ ഇമാം നമുക്ക് നേതൃത്വം കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു ഇമാമികളും വഴികാട്ടികളായിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. എല്ലാ ഇമാമികളും രേഖപ്പെടുത്തിയ ഒന്നാണ് എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്നുള്ളത്. അതിൽ 15 പ്രത്യേകം പറഞ്ഞില്ലേ? പിന്നെ ബറാഅത്തിന് പ്രത്യേകം പറയണോ? പറയേണ്ട ആവശ്യമില്ല. എല്ലാ എംഎൽഎമാരെയും വിളിച്ചുകൊണ്ടുന്ന നിയമസഭാ സമ്മേളനത്തിൽ എല്ലാ എംഎൽഎമാരും പങ്കെടുക്കണമെന്ന് ഉറപ്പാണ്. നമ്മുടെ എംഎൽഎ ഒരു മന്ത്രി കൂടിയാണല്ലോ. അപ്പോ മന്ത്രിനെ പ്രത്യേകം വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു എംഎൽഎ പങ്കെടുക്കുന്നില്ല എന്നാണോ പറയുന്നത്?
ഉറപ്പാണ് എംഎൽഎമാരൊക്കെ പങ്കെടുക്കണം പറഞ്ഞ മന്ത്രി അതിൽ പെട്ടു. അതുപോലെ തന്നെ ഉറപ്പാണ് 13, 12, 13, 14 അല്ലെങ്കിൽ 13, 14, 15 ഈ 3 ദിവസം 4 ദിവസമായി നോമ്പുകൾക്ക് പ്രത്യേക സുന്നത്തുള്ളത് മഹാന്മാർ എഴുതിയതാണ്. ഇനി ബറാത്ത് തന്നെ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ചില മഹാന്മാർ അത് എഴുതിയിട്ടുണ്ട്. ആ ദിവസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഇറക്കുന്നതാണ് ലിഉറൂബി ശംസി ഇല സമാഇ ദുനിയാ. അവർക്ക് സൂര്യാസ്തമയം വരെയുള്ള സമയത്ത് അവർക്ക് ആവശ്യമായ എന്താണോ എല്ലാം അല്ലാഹു നൽകുന്നതാണ്. ചെയ്യേണ്ടത് ഒരു ദിവസം നോമ്പ് എന്നുള്ളതാണ്. വലിയ മഹത്വമുള്ള നോമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കണം. ഒരിക്കലും തന്നെ ഈ നോമ്പ് നമ്മൾ ഉപേക്ഷിക്കരുത്. നമുക്ക് നോമ്പ് നോക്കുമ്പോൾ ഒരുപാട് പ്രതിഫലമുണ്ട്. ഒന്ന് ബറാഅത്തിന്റെ നോമ്പ് നോക്കലിന് പ്രതിഫലം. മറ്റൊന്ന് ശഅബാനിൽ നോമ്പ് നോക്കൽ വേറെ പ്രതിഫലം. മറ്റൊന്ന് എല്ലാ മാസവും 13, 14, 15 നോമ്പ് നോക്കൽ വേറെ പ്രതിഫലം. അയ്യാമുൽ ബീദ് ഇത് വേറെ പ്രതിഫലം. ഇതൊക്കെ മൂന്നുകൂടെ നിയ്യത്ത് വെച്ചിരിക്കുന്നതിന് പുറമെ നമ്മൾ പ്രധാനമായും ഫർദ് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ ആ ഖളാക്ക് വേണ്ടി ആദ്യമായി നിയ്യത്ത് വെക്കണം. ഇത് പ്രത്യേകിച്ച് കരുതുകയും ചെയ്താൽ വേറെ പ്രതിഫലം. ഫർദ് നോമ്പ് നിയ്യത്ത് വെക്കാതെ, ഫർദ് നോമ്പ് ലക്ഷ്യം വെക്കാതെ സുന്നത്തായ ബറാഅത്ത് നോമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോമ്പോ കരുതിയാൽ ഫർദ് നോമ്പ് വീടുകയില്ല. ഫർദ് പിന്നീട് വേറെ നോക്കേണ്ടി വരും. ഇനി അല്ലാഹു തആല തന്നെ പറയുന്നു ഫയഖൂലു അലാ മിൻ മുസ്തഗ്ഫിർ ലി ഫഗ്ഫിർ ലഹു. അല്ലാഹു പറയട്ടെ, ആ ബറാഅത്തിന്റെ രാത്രിയിൽ ഒരാൾ എന്നോട് പാപമോചനം തേടിയാൽ കത്തിയാളെന്ന് നരകത്തിൽ കിടക്കേണ്ട ഒരു വ്യക്തി അല്ലാഹുവേ എനിക്ക് സംഭവിച്ചു എന്ന് കരുതി അല്ലാഹുവിനോട് നല്ല രൂപത്തിൽ പാപമോചനം തേടിയാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നു. ഫഗ്ഫിർ ലഹു. അല്ലാഹു പറയാണ് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. പക്ഷേ എല്ലാ വിഭാഗത്തിനും അല്ലാഹു പുറത്തു കൊടുക്കൂല. കാരുണ്യം ലഭിക്കാത്ത 6 വിഭാഗമുണ്ട്. അവരെത്ര നോമ്പ് നോറ്റാലും കൂലി കൊടുക്കൂല. അവരെത്ര പ്രതിഫലം ചെയ്താലും പ്രതിഫലം ആഗ്രഹിക്കണ്ട. ആരാണ് 6 വിഭാഗം എന്നല്ലേ? ഒന്ന് മുശ്രിക്കായ മനുഷ്യൻ, അവർക്കുള്ള പുറത്തു കൊടുക്കൂല. അത് ശഅബാനിൽ നിന്നല്ല, ഏത് ദിവസവും നോമ്പ് നോറ്റാലും ഏത് ദിവസം കർമ്മങ്ങൾ ചെയ്താലും എന്ത് ചെയ്താലും അവർക്കുള്ള പുറത്തു കൊടുക്കൂല. അതാരും നമ്മളാരും പെട്ടുപോകൂലല്ലോ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വലാ ഇലാ മുസാഹിദിൻ. രണ്ടാമത്തെ വിഭാഗം ആരാണ്? ശത്രുത വെക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഒരു മുസ്ലിമായ മനുഷ്യനോട് ആരെങ്കിലും ശത്രുത വെക്കുന്നുവെങ്കിൽ അവർക്ക് അല്ലാഹു പൊറുക്കുകയില്ല. ഇത് നമ്മൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. വലാ ഇലാ ഖാതിഉർ റഹിമിൻ. മൂന്നാമത്തെ വിഭാഗം ആരാണ്? ഇപ്പോ പുതിയ കാലഘട്ടത്തിലെ നല്ല ബന്ധങ്ങളാണ് എല്ലാവരും പോയിട്ട്, പക്ഷേ കുടുംബത്തിലെ ആളുകളുമായി ബന്ധം ഇല്ല. ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങളൊന്ന് വരോ അങ്ങാടിയിലേക്ക് ഒന്ന് സംസാരിക്കാനാണെന്ന്. മലപ്പുറം ജില്ലയിലെ ഒരു ടൗണിൽ വെച്ച് ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്, ഞാനിവിടെ പരിസരത്തെത്തിയപ്പോഴാണ് എന്നെ വിളിച്ചത്. എന്നോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം, പിന്നെ
ഇത് എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്? എന്റെ മനസ്സിന് വിഷമം തീരല്ലോ, അതുകൊണ്ടാണ്. മൂപ്പരുടെ ഭാര്യയുമായി മൂപ്പര് കോണ്ടാക്ട് ചെയ്തത് 2 മാസമായി. മൂപ്പരുടെ ഭാര്യയുമായി അദ്ദേഹം കോണ്ടാക്ട് ചെയ്തത് 2 മാസം കഴിഞ്ഞു. നിസ്സാര പ്രശ്നത്തിന് വേണ്ടി ഭാര്യ വീട്ടിലേക്ക് പോയതാണ്, തെറ്റാണ്, ഒരിക്കലും പോകാൻ പാടില്ല. പക്ഷെ ഒരാൾ തെറ്റ് ചെയ്തിരുന്നത് കൊണ്ട് തെറ്റുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യ പുറത്തിറങ്ങാൻ പാടില്ല. ശരിയാണ്, അവർ നുഷൂസിന് ചെലവ് കൊടുക്കേണ്ടതില്ല. അത് വാശിയാകരുത്. വിവരമില്ലാത്തൊരു പെൺകുട്ടി വീട് വിട്ടിറങ്ങി സ്വന്തം വീട്ടിലേക്ക് ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോയാൽ വിവരമുള്ള ഭർത്താവ് ചെയ്യേണ്ടത് പോയതൊക്കെ പോട്ടെ, അടുത്തത് നോക്കാനല്ല. അവൾ ഇങ്ങോട്ട് എന്താണോ വരുന്നത് അത് ചെലവിന് കൊടുക്കാം. അവൾ എന്താണോ സംസാരിക്കുന്നത് പ്രതികരിക്കാം എന്ന് കരുതുന്നതിന് പകരം ചെറിയ മനസ്സുള്ള പെൺകുട്ടിക്ക് തെറ്റ് വന്നാൽ വിശാല മനസ്സുള്ള ഭർത്താവ് അത് എക്സ്പ്രസ് ചെയ്യണോ? അത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയേക്കാൾ പവറുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ 10,000 ഒരാളിലേക്ക് എത്തൂല. ഷാഫിഈ ഇമാമോട് എത്തൂലെങ്കിൽ പിന്നെ ആരാണെത്ത? സ്വഹാബത്ത് എല്ലാത്തൊരാളും ആ ആയിഷ ബീവിയുടെ പദവിയിലേക്ക് എത്തൂല. ഒരു മഹാനും ഒരു വലിയും കൊടുത്തൂല. ഉറപ്പല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡൈനിങ് ഹാളിലും, അഥവാ ഡൈനിങ് ഹാളിൽ ഒരു ഭാഗത്തും അടുക്കളയുടെ ഒരു ഭാഗത്തുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവി അടുക്കളയിൽ എന്തോ ഒരു പണിയിലാണ്. നബി തങ്ങൾ അതിന് തൊട്ട് മുമ്പേ ആ പണിയിൽ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ചെറിയ കുട്ടി വരുന്നു. ആ കുട്ടി പറയുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡോറിന് കുട്ടി, അന്നത്തെ സംവിധാനത്തിൽ ഡോർ തുറന്നു നോക്കുമ്പോ ഒരു ചെറിയ കുട്ടിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ചെറിയ കുട്ടിയെ കണ്ടു. കയ്യിൽ ഒരു പാത്രമുണ്ട്, നല്ല നല്ല കാണാൻ അഴകുള്ള നല്ല രസമുള്ള ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നല്ല പലഹാരങ്ങളുണ്ട്. ആ പലഹാരങ്ങൾ ഒന്നും അതിലേക്ക് വീഴരുത് എന്ന് മനസ്സിലാക്കി അതിന്റെ മുകളിൽ ഒരു ഇല പോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുന്നിൽ വെച്ച് ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുമ്പോൾ പറയാണ്, ഇത് നബിയെ അങ്ങയുടെ മറ്റു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഡൈനിങ് ഹാളിൽ സിറ്റൗട്ടിന്റെ അടുത്തേക്ക് വന്നു. നബി തങ്ങൾ ആ പാത്രം വാങ്ങുകയുള്ള ആ കുട്ടിയിൽ നിന്ന് ആ പാത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാങ്ങി വലിച്ചെറിഞ്ഞു. ആ പാത്രം പൊട്ടി കഷ്ണങ്ങളായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഷ്ണങ്ങളായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാത്രം ഇങ്ങനെ പെറുക്കിയെടുക്കുകയും പലഹാരം ഇങ്ങനെ മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. ആയിഷയോട് ഒന്നും പറഞ്ഞില്ല, ചൂടായില്ല, ക്രോശിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല. അതൊക്കെ സ്ത്രീ പ്രകൃതി. പിൽക്കാലത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഭർത്താവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ സാക്ഷിയായത്. പിന്നെ അത് പിൽക്കാലത്ത് നമ്മളൊക്കെ കാലഘട്ടത്തിൽ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്ന അങ്ങോട്ടേ പോകൂ, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതേ ചെയ്യൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഓളോട് നാളെ തന്നെ എന്റെ വീട്ടിൽ പോയിക്കോ, എനിക്ക് വേറെ ആളെ കിട്ടുമെന്ന് പറഞ്ഞ് ഒഴിവാക്കണ്ട എന്ന് പഠിപ്പിക്കാനാണ്. ഇവിടെ ഭാര്യയും പഠിക്കണം, ഭർത്താവും പഠിക്കണം. ആയിഷ ബീവിയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും. ആയിഷ ബീവിയുടെ സ്വഭാവം ഇങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുന്ന് എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡിലും പ്രവർത്തിക്കാത്ത വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരൊറ്റ സംഭവം ഇങ്ങനെ ആക്കിയതിനാണ് നമ്മളെ പോലെയുള്ള ആളുകൾ പഠിക്കാനാണ്. അല്ലെങ്കിൽ ആയിഷാ ബീവി മോശമായത് കൊണ്ടല്ല. അതെ, അങ്ങനെ കുടുംബത്തെ എന്തെങ്കിലും പേരിൽ വിച്ഛേദിക്കാം. ഇനി ആങ്ങളെയും പെങ്ങളെയും സംസാരിക്കാത്തവരുണ്ടാവും. അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചയിച്ച് നടക്കുന്നവൻ പുരുഷനെ കുറിച്ചാണ് ചർച്ച. ഇത് പുരുഷന്മാരുടെ അവസ്ഥ എന്താണ്? കുറച്ച് മുമ്പൊക്കെ പുരുഷന്മാരുടെ അവസ്ഥ നല്ല വസ്ത്രം ഇടാണെങ്കിൽ അടിച്ചേർത്ത് അങ്ങനത്തെ വസ്ത്രം. ഈ ലോക്കലാണെങ്കിലോ വസ്ത്രം ഇട്ടുകിടുന്നുള്ള മുമ്പും ഇപ്പം മാത്രം മറക്കുന്നൊരു വസ്ത്രമാണ്. എടോ ഒന്ന് കുറച്ച് വലിയ ഡ്രസ്സ് ഇടാൻ പറഞ്ഞാല് പിന്നെ അടിച്ചു വാങ്ങുന്ന ഡ്രസ്സും റോഡ് മൊത്തം അടിച്ചു വാങ്ങുന്ന നിലത്ത് വലിച്ചു കൊണ്ടുപോകുന്ന ഡ്രസ്സുമാണ്. അങ്ങനെയാണ് ചില ആളുകളുടെ അവസ്ഥ. അഹങ്കാരത്തോടുകൂടെ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചയച്ച് നടക്കുന്നവൻ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാകൂല. മാതാപിതാക്കളെ വിഷമിപ്പിച്ചവൻ സ്വർഗത്തിൽ കടക്കൂല. പിതാക്കളെ വിഷമിപ്പിച്ചവർ സുബ്ഹാനല്ലാഹ് ബറാഅത്തിന്റെ രാത്രിയാകട്ടെ, റമളാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാകട്ടെ, പ്രതിഫലം ലഭിക്കൂല. മാതാവിന്റെ പിതാവിന്റെ കുരുത്തത്തിലും കാൽ കീഴുമാണ് സ്വർഗം. അവരുടെ ഇല്ലാതെ സ്വർഗം ലഭിക്കൂല. അവരുടെ പൊരുത്തമില്ലാതെ അവരെ സ്വീകരിക്കൂല. മാതാവിനോട് പിതാവിനോട് ക്രോശിക്കാൻ പാടില്ല. പിന്നെ എന്താണ്? സ്ഥിരമായി കള്ള് കുടിച്ചവൻ, കള്ളുകുടി ശീലമാക്കിയവൻ, അവർക്കും അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുകയില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയാം.